അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് ഒരു മരുന്ന് ഞാൻ നിങ്ങൾക്കായി പറഞ്ഞു തരാം. 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കൽപ്പിച്ചതാണത്. മരണമില്ലാത്ത എല്ലാ അസുഖങ്ങൾക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന ഔഷധമാണിത്. ഇന്ന് നമ്മുടെ ലോകത്ത് ഓരോ മനുഷ്യനെ എടുത്തു നോക്കിയാലും ഒരു മനുഷ്യന് 90% അവൻ്റെ ശരീരത്തിൽ അസുഖങ്ങൾ മാത്രമാണ്. കാരണം അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് കൂടുതലായും ഈ അസുഖങ്ങൾ ഉണ്ടാകുന്നത്. പച്ചക്കറികളിലും പഴങ്ങളിലും ഇറച്ചി, എണ്ണ, മുട്ട എന്നിവേണ്ട നമ്മൾ കഴിക്കുന്ന അരിഭക്ഷണത്തിൽ പോലും കീടനാശിനികളുടെ സംയുക്തമാണ് നമുക്ക് ഈ അസുഖങ്ങളെല്ലാം വരുത്തി വയ്ക്കാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ പച്ചക്കറിയായാലും പഴങ്ങളായാലും നല്ല പോലെ കഴുകി ശുദ്ധിയാക്കി കഴിക്കാൻ ശ്രമിക്കുക. നമ്മുടെ വീടുകളിൽ വളർത്താൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതായിരിക്കും. ക്യാൻസർ മുതൽ അതുപോലെ തന്നെ ഇന്ന് വരുന്ന നാഡീവേദന, സന്ധിവേദന, ശരീരം സകലം കഴപ്പ്, കടച്ചിൽ, തലവേദന, കണ്ണുരോഗം, ത്വക്ക് രോഗം, കരൾ വീക്കം എന്നുവേണ്ട എല്ലാവിധ അസുഖങ്ങളും മാറിക്കിട്ടാനായി ഈ മരുന്ന് വളരെ ഫലപ്രദമാണ്. അതുകൊണ്ട് തന്നെ 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞ മരണത്തെ മാത്രം മാറ്റി നിർത്തി ബാക്കി എല്ലാ അസുഖങ്ങൾക്കും ഫലപ്രദമായ ഈ മരുന്ന് ഇനിയെങ്കിലും നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കണം, ശ്രമിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ അതുപോലെ തന്നെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കൽപ്പിച്ചിരുന്നു. ഒരു ഭാഗം ഭക്ഷണത്തിനും ഒരു ഭാഗം വെള്ളത്തിനും ഒരു ഭാഗം ശ്വസിക്കാനായി ഓക്സിജനും വേണ്ടി മാറ്റിവെക്കണം. അങ്ങനെ ഭക്ഷണം കഴിച്ചവർക്ക് അസുഖങ്ങൾ വളരെ കുറവുമായിരിക്കും. എന്തായാലും ഈ ഒരു മരുന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ കരിഞ്ജീരകം. ഈ കരിഞ്ജീരകം കുട്ടികൾക്കായാലും വൃദ്ധന്മാർക്കായാലും ചെറുപ്പക്കാർക്കായാലും വെറും വയറ്റിൽ 3 വിരലുകൾ കൊണ്ട് നുള്ളിയെടുത്ത് അത് വായിലിട്ട് നല്ല പോലെ ചവച്ചരച്ച് കുറച്ച് വെള്ളം കുടിക്കുക. ഈ ഒരു മരുന്ന് മതി നമ്മുടെ എല്ലാ അസുഖങ്ങളും മാറിക്കിട്ടാൻ. പ്രിയ സുഹൃത്തുക്കളെ, ഇനിയെങ്കിലും നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഈ ഒരു മരുന്ന് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ 90% രോഗങ്ങളും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ തന്നെ പറ്റും. എന്തായാലും ഇന്നു മുതൽ നമ്മൾ പരിശീലിക്കുക. നമ്മുടെ മക്കൾക്കും നമ്മുടെ പേരക്കുട്ടികൾക്കും നമ്മുടെ മാതാപിതാക്കളും സഹോദരന്മാർ നമ്മൾ എന്ന് വേണ്ട എല്ലാവർക്കും തന്നെ ഈ ഒരു മരുന്ന് വളരെ അത്യാവശ്യമാണ്. ഇനിയും ഈ മരുന്നുകൾ നമ്മൾ കാണാതെ വെച്ചാൽ നമ്മുടെ അസുഖങ്ങൾ കൂടിക്കൂടി വരുന്നതായിരിക്കും. ഓരോ ദിവസവും ഹോസ്പിറ്റലിൽ പോകുന്ന രീതി തന്നെ നമുക്കറിയാം. ഓപ്പറേഷൻ, അതുപോലെ തന്നെ രക്തം പരിശോധിക്കൽ, മൂത്രം പരിശോധിക്കൽ, അങ്ങനെ എന്തെല്ലാം അസുഖങ്ങൾക്കായി ദിവസവും നമ്മൾ ഹോസ്പിറ്റലിലെത്തുന്നു. ഇന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ കല്യാണ വീട്ടിൽ പോലും ഇത്ര തിക്കും തിരക്കുമില്ല. ഇത്രത്തോളം രോഗികൾ കൂടിയിരിക്കുന്നു. എന്തായാലും ഈ കരിഞ്ജീരകം ഇന്നു മുതൽ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിനും അതുപോലെ തന്നെ നമ്മുടെ വെറും വയറ്റിലും കഴിക്കാനായി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.